ഈ വീഡിയോയിൽ ഇന്ത്യ പാകിസ്ഥാൻ ഡെവലപ്മെന്റ്സ് ആണ് ഫുൾ ആൻഡ് ഫുൾ നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് മൂന്ന് വിഷയങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ഇന്ത്യയിലെ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി ഒരു നോട്ടീസ് അവർ ഇറക്കിയിട്ടുണ്ട്. ആ നോട്ടീസ് എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ട് അങ്ങനെ ഭയങ്കരമായ രീതിയിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ടല്ല, ശരിക്കും ഒരു റിക്വസ്റ്റ് ആണ്. റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട റിയൽ ടൈം വീഡിയോസ്, അതേപോലെ എന്താണെന്ന് വെച്ചാൽ മിലിറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട ഇന്റലിജൻസ് വിവരങ്ങളായിക്കോട്ടെ, അതേപോലെ തന്നെ സീക്രട്ട് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒന്നും തന്നെ പാസ് ചെയ്ത് കൊടുക്കരുത്. നിലവിലെ ഈ ഒരു പാകിസ്ഥാൻ ഇത്ര സില്ലി ആയിട്ടുള്ള ഒരു ചെറിയൊരു രാജ്യം എങ്ങനെയാണ് ഇന്ത്യയെ ഇത്രമാത്രം ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പലതരത്തിലുള്ള പ്രൊപ്പഗൻഡ അതാണ് അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ അവർ നമ്പർ 1 ആണ്. അതിന് കാരണമുണ്ട്, അവരെ ആൾക്കാർ ബാക്കപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ബാക്കപ്പ് ചെയ്യുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസ് കശ്മീരിൽ പഹൽഗാമിൽ നടന്ന ആക്രമണത്തിൽ നിർണായക തെളിവുകൾ, അതായത് നിർണായകമായിട്ടുള്ള ചില ലീഡ്സ് കിട്ടിയിട്ടുണ്ട്. ആ ലീഡ്സ് പാകിസ്ഥാനിലേക്ക് തന്നെ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിലേക്ക് നോക്കുന്നത്. ഇന്ത്യ ഈ രീതിയിൽ ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ ഇന്ത്യയുടെ ആർമി ഇവിടെ എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യ ഇന്ന ആയുധം ഉപയോഗിക്കുന്നു, ഇന്ത്യ ഇന്ന മിസൈലുകൾ ഘടിപ്പിച്ച് അറ്റാക്ക് ചെയ്യും, ഇങ്ങനെയൊന്നും പറയരുത്. ഇങ്ങനത്തെ പ്രവർത്തികൾ പല മീഡിയാസും ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ ഇന്നതുണ്ട്, ഇന്ന വെപ്പൺസ് ഉണ്ട്, ഇത്ര കിലോമീറ്റർ റേഞ്ച് ഉണ്ട്, ഇത്ര 1000 കിലോമീറ്റർ താണ്ടി നമുക്ക് പവർ ഉണ്ട്, അങ്ങനെയൊന്നും ചെയ്യരുത്. ഇതൊക്കെ വളരെ മോശപ്പെട്ട കാര്യങ്ങളാണ്. കാരണം നിന്റെയും എന്റെയും കൂടെ സേഫ്റ്റിയാണ് ഇതിൽ ബൗണ്ടഡ് ആയിരിക്കുന്ന വിഷയം. നമ്മൾ ഏറ്റവും കൂടുതൽ പറയാനുള്ളത് തീക്കൊള്ളി കൊണ്ട് തല ചൊറിയരുത്. അതാണ് നമ്മൾ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, ഇന്ത്യയെക്കുറിച്ച് ഇന്ത്യയുടെ നല്ല വിഷയങ്ങൾ പ്രൊമോട്ട് ചെയ്യുക. ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട് അപ്കമിംഗ് ആയിട്ട് ഇന്ത്യ എന്തെങ്കിലും പദ്ധതി ഒരുക്കുന്നുണ്ടാവും. അപ്പൊ ഇതിൽ ചെറിയ വിഷയം വലിയ വിഷയം എന്നൊന്നുമില്ല, എല്ലാ വിഷയവും തന്നെ ഇമ്പോർട്ടൻസ് ആണ്. ചെറിയ വിഷയത്തിലൂടെയും ആർമി പല കാര്യങ്ങളിലും ഇടപെടാറുണ്ട്, വലിയ വിഷയങ്ങളുമായിട്ടും ഇടപെടാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ വിഷയം വലിയ വിഷയമൊന്നുമില്ല, ഇങ്ങനത്തെ വിഷയങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ നോക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഈ പാകിസ്ഥാൻ ഇത്രമാത്രം കിടന്ന് അതപ്പതിക്കുന്നതിന്റെ പാവുന്നതിന്റെ കാരണം എന്താണ്? ഇതിന്റെ കാരണം പുറകിലുള്ള 2 രാജ്യങ്ങളാണ്. ഒന്ന് ചൈന, 2 തുർക്കി. ഇവർ രണ്ടുപേരുമാണ് ഏറ്റവും കൂടുതൽ ആയുധം പാകിസ്ഥാന് സപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ചൈനയെ നമ്മൾ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ JF-17 മുതൽ അവരുടെ ഫൈറ്റർ ജെറ്റ് ആയിട്ടുള്ള JF-17 ചൈന സപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ്. അവർക്ക് ഹോവിറ്റ്സേഴ്സ് ഒക്കെ സപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ചൈന തന്നെയാണ്. അതേപോലെ CH-4 UAV എന്ന് പറഞ്ഞിട്ട് അൺമാൻഡ് വെഹിക്കിൾ അവരുടെ കയ്യിലുള്ളത്, ഇതെല്ലാം ചൈന സപ്ലൈ ആണ്. നിലവിൽ പാകിസ്ഥാന്റെ കയ്യിൽ പാകിസ്ഥാന്റേതായിട്ടുള്ള പ്രോഡക്റ്റ് ഒന്നും തന്നെ ഇല്ല. ഷാഹിൻ എന്ന് പറഞ്ഞൊരു മിസൈൽ സിസ്റ്റം അവർ വെച്ചിട്ടുണ്ട്. 2000+ കിലോമീറ്റർ ആണ് അവർ അവകാശപ്പെടുന്നത്. ഈ ഷാഹിൻ മിസൈൽ ഇങ്ങനെ പച്ച കളറിലൊക്കെ അവർ പെയിന്റ് അടിച്ച് വെച്ചിരിക്കുന്നേ ഉള്ളൂ, പക്ഷേ കംപ്ലീറ്റ് ചൈന മെയ്ഡ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഇതെല്ലാം ചൈന മെയ്ഡ് തന്നെയാണ്. ചൈനയാണ് അവരുടെ പിൻബലം. അതാണ് നമ്മൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. ചൈന ഇപ്പോഴും റെഡിയാണ് അവർക്ക് വെപ്പൺ സപ്ലൈ ചെയ്യാൻ. ഇപ്പൊ ചൈന ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇന്ത്യയുമായിട്ട് ചർച്ച നടത്തണം, നരേന്ദ്രമോദി ചൈനയിലേക്ക് വരണം, ചൈനയുടെ ഷീ ജിൻപിങ് ഇന്ത്യയിലേക്ക് വരാൻ കാത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ? പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ട്രംപ് ചൈനയുടെ താരിഫ് 55% ആയിട്ട് കുറയ്ക്കുകയും അവർ തമ്മിൽ ഒരു ചർച്ചയ്ക്കും ഒരു നെഗോസിയേഷനും തയ്യാറാവണം എന്നുള്ള ഒരു വാഗ്ദാനം കൊടുക്കുകയും ഇതുമാതിരിയുള്ള വിഷയങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും ചൈന വീണ്ടും പഴയതുപോലെ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു അവസരമാണെന്ന് കരുതിക്കൊണ്ട് പാകിസ്ഥാന് വീണ്ടും ധാരാളമായിട്ട് ആയുധങ്ങൾ കൊടുക്കാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ് ചൈന. അതാദ്യം നമ്മൾ മനസ്സിൽ ഓർത്തിട്ടോണം. ഇനി തുർക്കിയുടെ നിലപാട് ടോട്ടലി വേറെയാണ്. അതായത് തുർക്കിയുടെ നിലപാട് അകമഴിഞ്ഞ് സപ്പോർട്ട് ചെയ്യാണ് പാകിസ്ഥാനെ. അതായത് ഇന്ത്യക്കെതിരെ എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്ത്യയും തുർക്കിയും തമ്മിലുള്ള പ്രശ്നം? എന്തെങ്കിലും അതിരൂക്ഷമായ രീതിയിലുള്ള പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. മതമാണ് പ്രശ്നം തുർക്കിയും പാകിസ്ഥാനും. ഉമ്മത്ത് അഥവാ ഈ ആഗോള തരത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവർ ഉപയോഗിക്കുന്ന സ്ലോഗനാണ് മുസ്ലിം ഉമ്മ അഥവാ മുസ്ലിം ഉമ്മത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനുള്ളിലെ മുസ്ലിംസിനെ മൊത്തം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവർ 2 പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്. ഈ 2 പ്രവർത്തികളിൽ ഒന്ന് സൈബർ വാരിയർ എന്ന് പറഞ്ഞ ഒരു വിങ് ഇവര്, അതായത് തുർക്കി പാകിസ്ഥാൻ രണ്ടുപേരും കൂടെ ചേർന്ന് നടത്തുന്നുണ്ട്. ഈ സൈബർ ഫോഴ്സ് എന്ന് പറഞ്ഞ ഈ ഒരു പ്രൊപ്പഗൻഡ നടത്തുന്ന ഈ ഒരു സൈബർ ഫോഴ്സിനെ തുർക്കി കുറെ കാലം കൊണ്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അതിലേക്ക് 2017 പാകിസ്ഥാനെയും കൂടെ ചേർത്തിട്ടുണ്ട്. പാകിസ്ഥാനെ ചേർത്തിട്ട് ഈ പാകിസ്ഥാന്റെ ഉള്ളിൽ പല പ്രൊപ്പഗൻഡ, അതായത് പാകിസ്ഥാന്റെ ഉള്ളിൽ ഇതിനു വേണ്ടി തന്നെ ഇൻഫ്ലുവൻസേഴ്സിനെ അവർ ശമ്പളം കൊടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ത് വാർത്ത പുറത്തു പോകണം, ഏത് രീതിയിൽ അത് കൂടുതൽ പ്രചരിപ്പിക്കണം എന്നുള്ള നിലയിലൊക്കെ ഇവര് പ്രൊപ്പഗൻഡ ന്യൂസ് അടിച്ചിറക്കുന്നുണ്ട്. ഇതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇന്നലെ ഞാനൊരു വാർത്ത ഇട്ടിട്ടുണ്ടായിരുന്നു. UK പാകിസ്ഥാനി കൗൺസിലേറ്റിൽ ഇന്ത്യക്കാർ വന്ന് പ്രൊട്ടസ്റ്റ് ചെയ്യും എന്നുള്ളത് മുൻകൂട്ടി പാകിസ്ഥാനിക്ക് അറിയില്ല. ഈ പഹൽഗാമിൽ നടന്ന ഈ ഒരു നീചകൃത്യത്തിനെ എതിർത്തുകൊണ്ട് അതിന് പ്രതിഷേധവുമായിട്ട് UK പാകിസ്ഥാനി കൗൺസിലേറ്റിന് ഓപ്പോസിറ്റ് ആയിട്ട് നിന്ന് പ്രതിഷേധിക്കുന്ന ഇന്ത്യക്കാർക്കെതിരെ അവരെടുത്ത് കാണിച്ച ഫോട്ടോ എന്താണ്? എത്ര വലിയ ഫോട്ടോ! ഇമ്മീഡിയറ്റ് ആയിട്ടാണ് അവർ എടുത്തുകൊണ്ടുവന്ന് കാണിച്ചത്. എവിടെ നിന്നാണ് എടുത്തുകൊണ്ടെന്ന് കാണിച്ചത്? ആ കൗൺസിലേറ്റിന്റെ ഉള്ളിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന് കാണിച്ചത്. എന്തിനു വേണ്ടിയിട്ടാണ് മുൻകൂട്ടിയെ ഈ ഒരു ഫോട്ടോ തയ്യാറാക്കി കൗൺസിലേറ്റിൽ വെച്ചിരിക്കുന്നത്? അഭിനന്ദൻ വർദ്ധമാൻ ചായ കുടിക്കുന്ന പോലെ വെരി ഗുഡ് ചായ എന്ന് പറഞ്ഞ് എഴുതിയ രീതിയിലുള്ള ഒരു പോസ്റ്റർ ഇവർ തയ്യാറാക്കി അവിടെ വെച്ചിരിക്കുന്നത് എന്തിനാണ്? അഭിനന്ദൻ വർദ്ധമാൻ അവരുടെ ആരാധ്യ പുരുഷനാണോ?
അവരുടെ മുഹമ്മദ് അലി ജിന്നയാണോ അവരുടെ കൗൺസിലേറ്റ് ഒരു ഫോട്ടോ തൂക്കി വെക്കാൻ? അപ്പൊ അതായത് ഇതൊക്കെ പ്രൊപ്പഗൻഡയുടെ ഭാഗമാണ്. അതായത് എന്ത് ചെയ്യണം, ഇത്രമാത്രം കരുതി കൂട്ടി പാകിസ്ഥാൻ സൈബർ ഫോഴ്സിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. കാരണം ഇതൊക്കെ അവരുടെ പ്രൊപ്പഗൻഡയുടെ ഭാഗമാണ്. എന്ത് കാണിച്ച് പ്രൊവോക്ക് ചെയ്യണം, ഏത് രീതിയിൽ ഇവരെയൊക്കെ അടിച്ചമർത്തണം, ഏതൊക്കെ ആറ്റിറ്റ്യൂഡ് നമ്മൾ കാണിക്കണം, ഇതൊക്കെ അവർ ഓൾറെഡി വെൽ പ്രിപ്പയർഡ് ആണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി പാകിസ്ഥാന്റെ സൈഡിൽ ഒരുപാട് ഹോവിറ്റ്സസ് ആയിക്കോട്ടെ, ആർട്ടിലറീസ് ആയിക്കോട്ടെ, പല രീതിയിലുള്ള വെപ്പൺസ്, നമ്മളുടെ ബാഫോസ് കാറ്റഗറിയിലുള്ള സാധനങ്ങളൊക്കെ അതേപോലത്തെ സാധനങ്ങളൊക്കെ അവർ നീക്കി വെച്ചിട്ടുണ്ട്. എല്ലാം തന്നെ ബോർഡർ സൈഡിൽ തന്നെ നീക്കി വെച്ചിരിക്കുന്നത്. അവരുടെ മിലിറ്ററി വാഹനങ്ങൾ പഞ്ചാബ് സൈഡിൽ നിന്നും ലാഹോർ സൈഡിൽ നിന്നും രണ്ട് സൈഡിൽ നിന്നും ഇന്ന് ഏറ്റവും കൂടുതൽ POK ബോർഡറിലേക്ക് അവർ മുന്നോട്ട് നീങ്ങിയിരിക്കുകയാണ്. ഇതാണ് പാകിസ്ഥാന്റെ സൈഡിൽ നിന്ന് വരുന്ന വാർത്ത. ഇന്ത്യ ഇപ്പം അതീവ കോൺഫിഡൻഷ്യൽ ആയിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. ശരിക്കും ഇസ്രായേലും ഇന്ത്യയും ഒരുമിച്ചാണ് ഈ ആക്ഷൻ പ്ലാൻസ് ഒക്കെ തയ്യാറാക്കുന്നത്. അത് ഇസ്രായേൽ മോഡലിൽ പാകിസ്ഥാനെ ശരിക്കും ഇപ്പൊ നമ്മൾ ഉടനെ തിരിച്ചടിക്കരുത്. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് തോന്നണം എങ്ങനെയാണ് ഇന്ത്യ പ്രതികരിക്കാൻ പോകുന്നത് എന്നുള്ള ഈ ഒരു ഭീതിയിൽ തന്നെ അവർ ഇങ്ങനെ ടെൻസ്ഡ് ആയിട്ട് ജീവിക്കണം കുറെ നാള്. എന്നിട്ട് അവര് പ്രതീക്ഷിക്കാത്ത ഒരു ദിവസം വരും. ആ ദിവസം നമ്മൾ റിറ്റാലിയേറ്റ് ചെയ്യണം. അതാണ് ഇന്ത്യ ചെയ്യേണ്ടത്. അപ്പൊ ഇന്ത്യ എപ്പം വരും എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയയും കൊടുക്കാത്ത രീതിയിലാണ് ഇന്ത്യ പെരുമാറുന്നത്. പിന്നെ ഈ ഒരു ഓപ്പൺ ബോർഡർ ഏരിയ, അതായത് പഴയ LOC എന്ന് പറഞ്ഞ ആ ഒരു ബോർഡർ ഏരിയയിൽ 2 ദിവസങ്ങളായിട്ട് തുടർച്ചയായിട്ടുള്ള ഷെല്ലിംഗ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. ഗുരുതരമായ രീതിയിലുള്ള കാഷ്വാലിറ്റീസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. പാകിസ്ഥാനിന്റെ ഉള്ളിൽ ഏതാണ്ട് 4-5 പേര് കൊല്ലപ്പെട്ടു എന്നാണ് വാർത്ത പുറത്തു വരുന്നത്. പക്ഷെ ഇന്ത്യക്കുള്ളിലുള്ള കാഷ്വാലിറ്റിയെ കുറിച്ചോ ഇന്ത്യക്കുള്ളിൽ എന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടെന്നതിനെ കുറിച്ചോ ഒരു രീതിയിലുള്ള വിവരങ്ങളും നമ്മളുടെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ ആർമിയുടെ ഭാഗത്തുനിന്നോ പുറത്തു വന്നിട്ടില്ല. പക്ഷെ അവിടെ ഷെല്ലിംഗ് നടക്കുന്നുണ്ട് എന്നുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട്. പിന്നെ ഈ സൈബർ വിങ്ങിനെ കുറിച്ച് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ സൈബർ വിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് FBI ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സൈബർ വിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റിലായ ആളെന്ന് പറഞ്ഞാൽ ഒരു കശ്മീരിയാണിത്, സയ്യദ് ഗുലാം നബി. ഈ സയ്യദ് ഗുലാം നബിയെ FBI പണ്ടേ അറസ്റ്റ് ചെയ്തതാണ്. ഇപ്പൊ അയാൾ അമേരിക്കൻ ജയിലിലാണ്. അതായത് ഈ ഒരു സയ്യദ് ഗുലാം നബി എന്ന് പറഞ്ഞ വ്യക്തി കശ്മീരിയാണ്, പാകിസ്ഥാനി നാഷണാലിറ്റിയിലുള്ള ഇപ്പോഴത്തെ US പൗരനുമാണ്. അപ്പൊ ഇയാൾ ചെയ്തത് എന്തെന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ കയ്യിൽ നിന്നും, പാകിസ്ഥാന്റെ ISIയുടെ കയ്യിൽ നിന്നും $2.5 മില്യൺ മേടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് അമേരിക്കയുടെ ഉള്ളിൽ കണക്കിൽ കാണിച്ചിട്ടില്ല. അൺഅക്കൗണ്ടബിലിറ്റി ആയിട്ട് ഈ ഒരു പൈസ റിസീവ് ചെയ്തിട്ടുണ്ട് അയാൾ. അപ്പൊ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് റിസീവ് ചെയ്തത് എന്നോട് ചോദിക്കുമ്പോഴാണ് കൂടുതൽ FBIയുടെ ഇൻവെസ്റ്റിഗേഷനിൽ തെളിഞ്ഞു വന്നത് ഇയാൾ പാകിസ്ഥാന് വേണ്ടിയിട്ട് ഈ ഒരു സൈബർ ഫോഴ്സിൽ ചേർന്ന് പ്രവർത്തിക്കുന്ന ആളാണ്. പാകിസ്ഥാന് വേണ്ടി പ്രൊപ്പഗൻഡ ന്യൂസ് കെട്ടിച്ചമയ്ക്കാൻ വേണ്ടിയിട്ട് സൈബർ ലോകത്ത് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് ഈ ഒരു പൈസ. അങ്ങനെയാണ് ഇത് തെളിഞ്ഞത്. ഇനിയിപ്പോ നമ്മൾ തുർക്കിയുടെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാലും ഇതേ വിഷയം തന്നെയാണ്. തുർക്കി നിങ്ങൾ നോക്കിക്കോ, തുർക്കിന്റെ ഉള്ളിൽ നല്ല രീതിയിലുള്ള പ്രതിഷേധം തായ്യിബ് എർദോഗനെതിരെ നടക്കുന്നുണ്ട്. ഇക്രാം ഇമാമലു എന്ന് പറഞ്ഞ ഒരു പൊളിറ്റീഷ്യൻ, അതായത് തായ്യിബ് എർദോഗന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അയാളെ പിടിച്ച് ജയിലിലിട്ടതിന്റെ പേരിൽ അവിടെ നല്ല രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് ആണ് തുർക്കിയുടെ ഉള്ളിൽ നടക്കുന്നത്. പക്ഷെ ഒന്നും തന്നെ പുറത്തു വരില്ല. കാരണം അവിടെ സോഷ്യൽ മീഡിയ ഫ്രീഡം ഇല്ല. കാരണം അവരുടെ സൈബർ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്നത് തുർക്കിയുടെ സെൻട്രൽ സൈബർ ഫോഴ്സ് ആണ്. ഇതാണ് തുർക്കിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തുർക്കി ഇതേ സെയിം പ്രാക്ടീസ് പാകിസ്ഥാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പോ ഇതിനകത്ത് തുർക്കിയും പാകിസ്ഥാനും കൂടെ ചേർന്ന് ഒരു NGOയുടെ പേര് ഞാൻ പറയും, യൂണിയൻ ഓഫ് NGOs ഓഫ് ഇസ്ലാമിക് വേൾഡ്. ഈ യൂണിയൻ ഓഫ് NGOs ഓഫ് ഇസ്ലാമിക് വേൾഡിന്റെ പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, മുസ്ലിം ഉമ്മ. ഈ മുസ്ലിം ഉമ്മ എന്ന് പറഞ്ഞ ഈ ഒരു ഐഡിയയുടെ കീഴിലാണ് ഈ ഒരു സംഘടനകൾ പ്രവർത്തിക്കുന്നത്. ഈ സംഘടനകൾ എന്ന് പറഞ്ഞാൽ വേൾഡ് ഓവറിൽ ഇസ്ലാമിക് ബ്രാഞ്ച് ഉള്ള NGO സംഘടനകളാണ്. അതായത് പല സംഘടനകളുമായിട്ട് ഇവർ ടൈപ്പ് വെച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. പ്രത്യക്ഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു NGO ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നത്തേ ഇല്ല. അത് മുസ്ലിം കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കംപ്ലീറ്റ് NGOസും ഇവർ ഇതിന്റെ കീഴിൽ ലിങ്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു ഏജൻസി പോലെ പ്രവർത്തിക്കും. അതായത് ഇവർക്ക് ചില നിർദ്ദേശങ്ങളും നിയമങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ NGOസിനെ ഇതുമായിട്ട് ബന്ധിപ്പിക്കുക, പ്രത്യേകിച്ച് മുസ്ലിംസ് നടത്തുന്ന NGOസിനെ സെൻട്രൽ യൂണിറ്റി കൊണ്ടുവരിക. ആ സെൻട്രൽ യൂണിറ്റി ആയിട്ട് ഒരു അംബർലയുടെ കീഴിൽ നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു യൂണിയൻ ഓഫ് NGOs ഓഫ് ഇസ്ലാമിക് വേൾഡ് എന്ന് പറഞ്ഞ ഈ ഒരു ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്നത്. ഇവരുടെ പ്രധാന ദൗത്യം എന്ന് പറഞ്ഞാൽ മുസ്ലിം ഉമ്മ ഒരുമിച്ച്. നിങ്ങൾ തുർക്കിയും പാകിസ്ഥാനും സംസാരിക്കുമ്പോൾ എപ്പോഴും ഈ ഒരു ഉമ്മ എന്ന് പറഞ്ഞ വാക്ക് എടുത്ത് സംസാരിക്കും. തുർക്കിയിലെ തായ്യിബ് എർദോഗൻ ഇത് പറയും. ഇതിന് തുടക്കം കുറിച്ച ഇമ്രാൻഖാനും ഈ വാക്ക് ഒരുപാട് തവണ ഉപയോഗിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇത് രണ്ടിന്റെയും ഗുട്ടൻസ് ഇതാണ്. ഇങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുന്ന ആളെ നിങ്ങൾ ശ്രദ്ധിച്ചോ, അയാളെല്ലാം ഈ NGOയുടെ കീഴിൽ മെമ്പർ ആയിരിക്കും. കാരണം അവരുടെ ഐഡിയ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഒരുമിച്ച് കൊണ്ടുവരിക. ഒട്ടമൻ എംപറർ എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ്? അതായത് ഒട്ടമൻ എംപറർ എന്ന് പറഞ്ഞാൽ അറിയാലോ, അവർ അത്രമാത്രം റൂളിംഗ് ചെയ്തിരുന്ന ഒരു ഡൈനാസ്റ്റി പോലത്തെ അത്രമാത്രം റൂളിംഗ് നടത്തിയിരുന്ന ഖിലാഫത്ത് പ്രസ്ഥാനമാണ് ഈ ഓട്ടമൻ എംപററിൻ്റെത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഇപ്പോഴും ആ ഒരു ഡെലീമയിലാണ് ജീവിക്കുന്നത്. ആ ഡെലീമ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇതേപോലത്തെ ഉടായ്പ NGOകളുമായിട്ടൊക്കെ അവർ മുന്നോട്ടിറങ്ങുന്നത്. പക്ഷെ ഇതൊക്കെ വർക്ക് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വിഭാഗം ആൾക്കാരിൽ ഇത് ഇപ്പോഴും വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളെ അതിശയിപ്പിക്കുന്ന കാര്യം. ഈവൻ ഇപ്പൊ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സൊസൈറ്റിയിൽ വരെ ഇത് വർക്ക് ആകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
ഷഹബാസ് ഷെരീഫ് പറഞ്ഞിരിക്കുന്നത് ന്യൂട്രൽ, ട്രാൻസ്പെറന്റ് ആൻഡ് ക്രെഡിബിൾ. ഇത് മൂന്നും ഒത്തുചേർന്ന പോലെ ഒരു ഇൻവെസ്റ്റിഗേഷന് ഞങ്ങൾ തയ്യാറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഷഹബാസ് ഷെരീഫ്. ഞാൻ പറയുന്നത് ഓക്കെ, അത് ട്രാൻസ്പെറന്റ് എന്ന് പറഞ്ഞല്ലോ. ട്രാൻസ്പെറന്റ് എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു തേർഡ് പാർട്ടി അവിടെ ഇൻക്ലൂഡ് ആവണം. പാകിസ്ഥാന് വേണ്ട എന്തെങ്കിലും രാജ്യത്തിന് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തോട്ടെ, നമുക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ ഇന്ത്യ ഇസ്രായേലിനെ ഇൻക്ലൂഡ് ചെയ്യണം ഈ ഇൻവെസ്റ്റിഗേഷനിൽ. ഇസ്രായേലിനെ മൊസാദിനെ അവിടെ പിടിച്ച് കയറ്റിയിടണം. അതാണ് നമുക്ക് പറയാനുള്ളത്. ഇന്ത്യ അത് ചെയ്യുമോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷന് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇസ്രായേലിനെ ഇൻക്ലൂഡ് ചെയ്യണം. US-നേക്കാളും ഇസ്രായേൽ ബെറ്റർ ആയിരിക്കും ഈ ഒരു വിഷയത്തിൽ. ഇതുമായിട്ട് ബന്ധപ്പെട്ട അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് പറയാനുള്ളത്, അതായത് ഒരു മോഷ്ടാവിനെ നമ്മൾ പിടിച്ചു കഴിഞ്ഞു, ഞാൻ മോഷ്ടിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ നിവർന്ന് നിൽക്കുകയാണ്. അപ്പൊ എന്നിട്ട് മോഷ്ടാവ് പറയാണ് ഞാനും തയ്യാറാണ് ഇൻവെസ്റ്റിഗേഷന് കൂടാന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ മോഷ്ടാവിനെ കൊണ്ട് തന്നെ ഇപ്പൊ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലാണോ ഇന്ത്യ ഉള്ളത് എന്നുള്ളതിനെ കുറിച്ച് ഇന്ത്യ ചിന്തിക്കണം. പിന്നെ ഇന്ത്യ ഇൻഡസ് വാലിയിലെ വെള്ളം തുറന്നു വിട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജലം എന്ന് പറഞ്ഞ ആ ഒരു റിവറിലെ വെള്ളം, ആ ഡാമിലെ വെള്ളം തുറന്നു വിട്ടിട്ടുണ്ട്. കാരണം വെള്ളം ഡൈവേർട്ട് ചെയ്ത് ഉറി ഡാമിലേക്കും കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം എല്ലാ ഡാമുകളും തന്നെ നിറഞ്ഞ അവസ്ഥയിലാണ്. ഡാം സ്പിൽ ഓവർ ആവും, അല്ലെങ്കിൽ ഡാം പൊട്ടും. നമുക്ക് പറഞ്ഞതുപോലെ അല്ലെങ്കിൽ പ്രഖ്യാപിച്ചതുപോലെ അല്ലെങ്കിൽ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന രീതിയിൽ നമുക്ക് വെള്ളം തടഞ്ഞു നിർത്താൻ സാധിക്കുന്നില്ല. കാരണം അതിനുള്ള കപ്പാസിറ്റി ഡാമിനില്ല. അതുകൊണ്ടാണ് ആ തടഞ്ഞു വെച്ചിരുന്ന വെള്ളം തുറന്നു വിട്ടത്. ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഡാം പൊട്ടി പാളിസായി പോയേനെ. അപ്പൊ എന്തായാലും കൺട്രോൾഡ് മെഷേഴ്സിലായിരിക്കും വെള്ളം പോകുക എന്ന് പറയുന്നതിനേക്കാളും ഉപരി വെള്ളം ഇപ്പൊ പോകും. ഇന്ത്യ തുടർന്ന് നടപടിക്രമങ്ങൾ എടുത്ത് ഒരു 5-6 വർഷത്തിനുള്ളിൽ ഈ വെള്ളം മൊത്തം നമുക്ക് എല്ലാ കാലത്തേക്കും ഇന്ത്യക്കുള്ളിൽ ഒഴുകുന്ന രീതിയിൽ മാറ്റിയെടുക്കുന്നെങ്കിൽ വളരെ നല്ലതാണ്. ആദിൽ ഹുസൈൻ താക്കൂർ. ഈ ആദിൽ ഹുസൈൻ താക്കൂർ എന്ന് പറഞ്ഞവനാണ് 6 വർഷം പാകിസ്ഥാന്റെ ഉള്ളിൽ പോയി പഠിച്ചിരിക്കുന്നത്. ഇവൻ 2017 പാകിസ്ഥാൻ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാണ്. ഈ ആദിൽ ഹുസൈൻ താക്കൂറാണ് ഈ മറ്റുള്ള പാകിസ്ഥാനികളെ കൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഇത്രയും വലിയൊരു ആക്രമണം നടത്തിയ ഒരാൾ തീർച്ചയായിട്ടും ഒരു ലോക്കൽ മെമ്പർ ഉണ്ടാവും. കാരണം ഈ പാകിസ്ഥാനിൽ നിന്ന് പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് ഈ കാശ്മീരിലുള്ള റൂട്ടും കാര്യങ്ങളൊന്നും അങ്ങനെ മനസ്സിലാവത്തില്ല. അപ്പൊ തീർച്ചയായിട്ടും ഒരു ലോക്കൽ പേഴ്സൺ ഇതിനകത്ത് ഇൻവോൾവ് ആണെന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പൊ അങ്ങനെ ലോക്കൽ പേഴ്സൺ ആയിട്ട് ഇപ്പൊ കണ്ടെത്തിയിരിക്കുന്നതാണ് ഈ ആദിൽ ഹുസൈൻ താക്കൂർ. ഈ ആദിൽ ഹുസൈൻ താക്കൂർ പണ്ടേ ട്രാക്കിൽ ഉണ്ടായിരുന്ന ആളാണ്. പക്ഷെ ഇവനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും 2020 ശേഷം പിന്നെ അപ്രത്യക്ഷമാണ്. 2020 ശേഷം ഇവനെ കുറിച്ചുള്ള ഒരു വിവരവും കിട്ടിയിട്ടില്ല. 2020 ശേഷം ഇവൻ എവിടെ ഉണ്ടെന്ന് പോലും ഇന്ത്യൻ ഗവൺമെന്റിനോ അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റിനോ അല്ലെങ്കിൽ കാശ്മീരിലുള്ള സ്റ്റേറ്റ് ഗവൺമെന്റിനോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആർമിക്കോ ആർക്കും തന്നെ ഒരു വിവരവും ഇല്ല. ഈ ആദിൽ ഹുസൈനുമായിട്ട് ബന്ധപ്പെട്ട് ഈ ആദിൽ ഹുസൈൻ അനന്ത്നാഗിലുള്ള വ്യക്തിയാണ്. അനന്ത്നാഗിൽ നിന്നാണ് ഈ ഒരു തീവ്രവാദി 2017 പാകിസ്ഥാനിൽ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത് പഠിക്കാൻ വേണ്ടിയിട്ട്. 2017 ലാഹോർ യൂണിവേഴ്സിറ്റിയിൽ ഒരു കോഴ്സിന് അപ്ലൈ ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ടാണ് വിസ പാകിസ്ഥാനിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. പാകിസ്ഥാൻ വിസ അപ്രൂവൽ കൊടുത്തു. ഇവൻ പാകിസ്ഥാനിലേക്ക് 2018 പോവാണ്. ഇന്ത്യക്കുള്ളിൽ ഇത്രമാത്രം കോളേജും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥിതിയിൽ ആഗോളതലത്തിൽ എത്രയോ കോളേജസ് അവൈലബിൾ ആയിരിക്കെ ഇവൻ എന്തിനാണ് പാകിസ്ഥാനിൽ പോകുന്നത്? തീർച്ചയായിട്ടും ഇന്ത്യക്കുള്ളിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് പോകുന്ന ആൾക്കാരെ ഇന്ത്യൻ ഗവൺമെന്റ് മോണിറ്റർ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഇവനെയും മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്നത്. 2020 ശേഷം ഇവനെ കുറിച്ച് യാതൊരു വിവരമില്ലായിരുന്നു. പലപ്പോഴായിട്ട് ഇവൻ LETയുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത് ഇവനാണ് കാര്യങ്ങളൊക്കെ റെഡിയാക്കിയത്. ഈ ആദിൽ ഹുസൈന് സെൻട്രൽ ഗവൺമെന്റ് 20 ലക്ഷം രൂപ പാരിതോഷികം ഇവനെ പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ഇയാൾ ശരിക്കും പറഞ്ഞാൽ ISI ഏജന്റ് ആണ്. കോളേജ് പഠനത്തിന് വേണ്ടി പോയിട്ട്, അതായത് ഇതിനകത്ത് പല രീതിയിലുള്ള ഡൗട്ട് ഉണ്ട്. ഈ കോളേജ് പഠനത്തിന് പോയത് തന്നെ ഒരു ഡ്രാമയാണോ? ഇവന് പണ്ട് തൊട്ടേ ഇവന് ഇങ്ങനെ ഒരു തീവ്ര നിലപാടുള്ള ഒരു വ്യക്തിയാണെന്നാണ് പൊതുവിൽ വിലയിരുത്തുന്നത്. അതായത് ഇങ്ങനെ ചില മത നിലപാടുള്ള ആൾക്കാരെയാണ് ഇവർ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് ഇവരെ കൊണ്ടുപോകുന്നത്. സാധാരണ ജീവിക്കുന്ന ഒരാളെ ഇങ്ങനെയൊക്കെ മാറ്റിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഇതേപോലെ കുറച്ച് തീവ്ര നിലപാടുള്ള ആൾക്കാരെയൊക്കെ വളരെ എളുപ്പത്തിൽ ഇതുപോലെ മാറ്റിയെടുക്കാൻ പറ്റും. കേരളത്തിലും ഇതേപോലെ തീവ്ര നിലപാടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അവരെ മാറ്റിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണല്ലോ അഫ്ഗാനിസ്ഥാനിലേക്ക് പോയത്. അങ്ങനത്തെ ചരിത്രമുണ്ടല്ലോ. അഫ്ഗാനിസ്ഥാനിൽ പോയി കിടക്കുന്ന ആൾക്കാരുണ്ട്. അത് നമ്മൾ ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. അതേപോലത്തെ തീവ്ര നിലപാടുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ട്. ആ സ്റ്റേറ്റ്മെന്റുകളാണ് ഇവർക്ക് തുണയാകുന്നത്. കാരണം ഇവരെ ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ, ഇതാ എന്റെ ദൈവം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞ് ചങ്കുറപ്പോട് നിൽക്കാനുള്ള അവർക്ക് ലൈസൻസ് ഉണ്ട് അവരുടെ കയ്യിൽ. ആ ലൈസൻസ് അവരുടെ വിശ്വാസത്തിലൂടെ തന്നെ അവർക്ക് കിട്ടുന്നുണ്ട്. അവരുടെ പുസ്തകങ്ങളിലൂടെ അവർക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് അവരത് വെച്ച് ന്യായീകരിക്കുന്നതും അത് വെച്ച് വാദിക്കുന്നതും. അതുകൊണ്ടാണ് പൊതുവിലുള്ള കോമൺ പോപ്പുലേഷൻ ആയിട്ടുള്ള ഇസ്ലാമിക് സമൂഹത്തിന് അവരെ ചെറുത്ത് നിൽക്കാനും അവരെ എതിർത്ത് പറയാനും കഴിയാത്തത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വല്ലാത്ത അവസ്ഥയാണ്. ശരിക്കും ഇത് മുസ്ലിംസിന് തന്നെ ഒരു വലിയ അവസ്ഥയാണ്. നേരെ ചൊവ്വയെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിംസിന് പോലും ഇത് ഒരു പേരുദോഷം ഉണ്ടാക്കുന്ന പരിപാടിയാണ്. ഈ ഒരു തീവ്ര നിലപാടുള്ള ഇതേ സെയിം മതത്തിൽ തന്നെ ഉണ്ടായി വരുന്ന കുറച്ച് ആൾക്കാർ. ഈ ആദിൽ ഹുസൈനെ കുറിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ്. ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് പാരിതോഷികമായിട്ട് 20 ലക്ഷം രൂപ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവൻ എങ്ങനെയാണ് ഈ 4 പാകിസ്ഥാനികളെ ഇന്ത്യക്കുള്ളിൽ കൊണ്ടുവന്നത്? ഇവൻ വന്നപ്പോഴേ 2024 ഇവൻ വന്നപ്പോഴേ കൊണ്ടുവന്നോ? അല്ലെങ്കിൽ ഇവൻ ആദ്യം വരികയും പിന്നീട് ഘട്ടം ഘട്ടമായിട്ട് ഓരോ ആൾക്കാരെയായിട്ട് ഇവൻ കടത്തിക്കൊണ്ടുവന്നോ? ഇതൊക്കെ ഇനി അന്വേഷിച്ചറിയേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അതിന്റെയൊക്കെ അന്വേഷണങ്ങൾ
തകൃതിയായിട്ട് നടക്കുകയാണ്. ഇതിന്റെ ഇടയ്ക്കാണ് അസാമില് കുറച്ച് ആൾക്കാരുണ്ട്. അസാമിന്റെ മുസ്ലിംസ് ശരിക്കും പറഞ്ഞാൽ അവർ ബംഗ്ലാദേശികളാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം അവരുടെ സൈഡിൽ നിന്ന് വരുന്ന പോസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യ വിരുദ്ധ പോസ്റ്റുകളാണ്. ഇവർക്കും ഫണ്ടിങ് പോകുന്നത് ഇതേപോലെ ഞാൻ പറഞ്ഞ തുർക്കി പാകിസ്ഥാൻ ചേർന്ന് പ്രവർത്തിക്കുന്ന ഈ ഒരു NGO ഉണ്ടല്ലോ, അതായത് യൂണിയൻ ഓഫ് NGOs ഓഫ് ഇസ്ലാമിക് വേൾഡ് എന്ന് പറഞ്ഞ ആ ഒരു ഓർഗനൈസേഷനിൽ നിന്നാണ് പൈസയൊക്കെ പോകുന്നത്. ഈ പൈസ വെച്ചിട്ടാണ് ഈ അസാമിലായിക്കോട്ടെ എഴുത്തും വായനയും പോലും ഇല്ലാത്തവനെയൊക്കെ പഠിപ്പിച്ച് ഈ ഒരു പോസ്റ്റ് ഷെയർ ചെയ്യിപ്പിക്കുന്ന അവസ്ഥയിൽ എത്തിപ്പിച്ചിരിക്കുകയാണ്. ആ രീതിയിലാണ് ഡിജിറ്റൽ പ്രൊപ്പഗൻഡ ഹാൻഡിൽ ചെയ്യുന്നത് പാകിസ്ഥാനും തുർക്കിയും കൂടെ ചേർന്നിട്ട്. ഇന്നലെ ഷഹബാസ് ഷെരീഫ് പറയുകയാണ്, അതായത് ഞങ്ങൾ ഈ തീവ്രവാദത്തിന്റെ പുറകിൽ ചെലവാക്കിയിരിക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ $600 ബില്യൺ വർത്ത് വരുമെന്നാണ് പറയുന്നത്. അവിടെയാണ് നമ്മൾ ഒന്നുകൂടെ ചിന്തിച്ച് നോക്കേണ്ടത്. അതായത് പാകിസ്ഥാന്റെ ടോട്ടൽ GDP എന്ന് പറഞ്ഞാൽ തന്നെ $334 ബില്യൺ ആണ്. പിന്നെ എങ്ങനെയാണ് ഒരു വർഷം $600 ബില്യൺ ഒക്കെ ഇവർ ചെലവാക്കുന്നത്? ചുമ്മാ അങ്ങ് തട്ടി വിടുകയാണ്, കണ്ണുമടച്ചിങ്ങ് പറയാണ്. ഇതിലുപരിയായിട്ട് വേറൊരു ബഡ്ജറ്റ് ഉണ്ട്. 2000 കോടിയാണ് ഇവര് ചെലവാക്കുന്നത് ഈ ഒരു സൈബർ പ്രൊപ്പഗൻഡ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്. തുർക്കിയും പാകിസ്ഥാനും കൂടെ ചേർന്ന് ഇട്ട എഗ്രിമെന്റ് ആണ് 2000 കോടിയുടെ ഈ സൈബർ ഫോഴ്സ് എന്ന് പറഞ്ഞ ആ ഒരു സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവർ ചെലവാക്കുന്ന പൈസ. ആ പൈസയിൽ നിന്നും തന്നെയാണ് ISI ഫണ്ട് ഇങ്ങനെ ഈ സൈബർ ഫോഴ്സിനൊക്കെ കൊടുക്കുന്നത്. അങ്ങനെ ഫണ്ട് പറ്റിയവനാണ് ഇപ്പൊ അമേരിക്കയിൽ ജയിലിൽ കിടക്കുന്നത്. അങ്ങനെ ഫണ്ട് പറ്റിയവന്മാരാണ് ഈ അസാമിന്റെ ബോർഡറിൽ ഇരുന്ന് ഇന്ത്യക്കെതിരെയുള്ള പ്രചരണങ്ങൾ നടത്തുന്നതും ഈ പെഹൽഗാമിൽ നടന്ന ആക്രമണത്തിനെ ജസ്റ്റിഫൈ ചെയ്യുന്നതും. പെഹൽഗാമിൽ നടന്ന ആക്രമണത്തിനെയൊക്കെ ജസ്റ്റിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ അവനെയൊക്കെ എന്താണ് ചെയ്യേണ്ടത്? ഇന്ത്യക്കുള്ളിൽ താമസിച്ചുകൊണ്ട് ഇന്ത്യയുടെ ചോറ് നിന്നുകൊണ്ട് രാജ്യത്തിന് ദ്രോഹം ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്യുന്ന ആൾക്കാരെ തെരഞ്ഞു പിടിച്ച് ഇവന്മാരെയൊക്കെ പൂട്ടണം. പ്രത്യേക ഒരു ഡീറ്റൈൻ സെന്റർ വെച്ചിരിക്കണം. ഇവരെയൊക്കെ ആജീവനാന്തം അങ്ങ് പൂട്ടണം. ഒരു പ്രത്യേക സെൽ ഇവർക്ക് മാത്രം തയ്യാറാക്കുക. ഇതേപോലത്തെ ഇന്ത്യ വിരുദ്ധ പോസ്റ്റുകൾ ഇടുന്ന ആൾക്കാർക്കെതിരെ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഡെവലപ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ആദിൽ ഹുസൈൻ പൂഞ്ച് രജൌരി എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയിലൂടെയാണ് ഇൻഫിൽട്രേറ്റ് ചെയ്തതായിട്ട് ചില വാർത്തകളൊക്കെ പറയുന്നുണ്ട്. പൂഞ്ച് രജൌരിയിലൂടെയാണ് ഇവൻ ഏറ്റവും കൂടുതൽ ഇൻഫിൽട്രേഷന് വേണ്ടി ഉപയോഗിച്ചതും ഇതിലൂടെയാണ് ഇവൻ 4 പാകിസ്ഥാനികളെ കടത്തിക്കൊണ്ട് വന്നത് എന്നുള്ള വാർത്തയാണ് ഇപ്പം നിലവിൽ ഡെവലപ്മെന്റ് ആയി വന്നിരിക്കുന്നത്. പക്ഷേ ഇതിപ്പോ ഞാൻ വാർത്ത വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചുള്ള ഡെവലപ്മെന്റ്സ് വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമായിട്ട്, വൈകാതെ തന്നെ എനിക്ക് തോന്നുന്നു 1-2 ദിവസങ്ങളിൽ തന്നെ കൂടുതൽ ഡെവലപ്മെന്റ്സ് വരാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ നമുക്ക് വരും വീഡിയോകളിൽ തന്നെ അപ്ലോഡ് ചെയ്തിടുന്നതായിരിക്കും. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിവരങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.